പിന്നെ നമ്മൾ ചെമ്പല്ലി പൊള്ളിച്ചത് കടിക്കൂട്ടോ. കണ്ടത് അത് കളർ നോക്കി. വാവ് ആയി. അപ്പോൾ ഇവിടെ നമ്മളിന്ന് വാഴയിലയിലൊന്ന് പൊള്ളിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ചൂണ്ടിട്ടിട്ട് വന്നപ്പോൾ കിട്ടിയതാട്ടോ. വീഡിയോ എടുക്കാൻ പറ്റില്ല ചൂണ്ടിട്ടപ്പോൾ. അപ്പോൾ നമുക്ക് പിന്നെ അത്യാവശ്യം സൈസൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ജീവനുണ്ട്, ജീവനൊക്കെ ഉണ്ട്, ചത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ റെഡിയാക്കാം. അപ്പോൾ നമുക്കിതാണ് കേട്ടോ ഇന്ന് കിട്ടിയ ചെമ്പല്ലി. നമ്മളിതിനെ വാഴയിലയിൽ എടുത്ത് പൊള്ളിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് മസാലയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും മസാല മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് കുറച്ചൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച് ഇവനെ ആദ്യം ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം. നമുക്ക് ആ പരിപാടി ആദ്യം ചെയ്യാം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ചേർത്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചൂണ്ടിടുമ്പോൾ ഇപ്പോൾ രാവിലെ കിട്ടിയ ചെമ്പല്ലിയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2-3 പൊടിപ്പരലും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവനെ നമ്മൾ ഈ കൂട്ടത്തിൽ ഫ്രൈ ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ്. നമുക്ക് ഇതിനെ വറുത്തെടുക്കാം പയ്യെ. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് പയ്യെ വറുത്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ മീനിൻ്റെ മസാലയ്ക്ക് വേണ്ടിയുള്ള ഐറ്റംസാണ് കേട്ടോ. ചെറിയുള്ളി, സവാള, പച്ചമുളക് 2 തക്കാളി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തൊരു മസാലയാക്കി എടുത്തിട്ട് നമുക്ക് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാം. അത് എണ്ണയൊക്കെ ചൂടായിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. എന്താ സൗണ്ട്! അപ്പോൾ നമുക്കിട്ട് 2 ചെറിയവന്മാരെയും ഇതിന് കൂട്ട് തിന്നിട്ട് വറുത്തെടുക്കട്ടെ. നമ്മൾ അതിന് പൊള്ളിക്കാനല്ല, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ അടിക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ 2 സൈഡിൽ നിന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിനെ പുറത്തേക്ക് എടുത്തിട്ട് മസാലയൊക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കാം. അതെ, പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവണം. ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മസാലയ്ക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. കറിവേപ്പിലയും പച്ചമുളക് ഇട്ട് ഒന്ന് നന്നായിട്ടെടുത്ത് വാട്ടിയെടുക്കണം കേട്ടോ. ഇതിപ്പം നമുക്ക് കിട്ടിയ മീനിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഓരോ മീനും ഓരോ രീതിക്കായിരിക്കും. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മീനാണുള്ളത്. അപ്പോൾ ആ ഒരു മീനിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് തക്കാളിക്ക് ഒന്ന് അടുത്ത് നമുക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി മീൻ ഉപ്പ് ചേർത്താണ് പിടിക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരണം. ഉള്ളി നന്നായിട്ട് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്തത് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിക്ക് അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറിയ ഉള്ളിയാണ് കൂടുതൽ എടുത്തേക്കണം. ചെറിയ ഉള്ളി കൂടുതലെടുത്ത് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലുണ്ടാകും. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തിനാണെങ്കിലും കുറച്ചും കൂടെ രുചി കൂടുതൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഉള്ളിയാണ് കൂടുതലെടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി വാടി വരണം. അപ്പോൾ ഈ തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊടികളൊക്കെ ഇനി ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർത്തപ്പോഴത്തേക്കും നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ മസാല നമ്മൾ റെഡി ആവുന്നു. കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഗ്രേവി ടൈപ്പ് കിട്ടും. അപ്പോൾ മീനിൽ മൊത്തത്തിൽ പുരട്ടാനായിട്ട് നമുക്ക് ഇങ്ങനൊരു ഗ്രേവി ടൈപ്പ് ആകുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അപ്പോൾ ഉള്ളിയും കൂടെ ഒന്ന് വെന്ത് കിട്ടും. കുറച്ചും കൂടെ നന്നായി ഉള്ളിയും കൂടെ വെന്ത് കിട്ടും. അതിനുവേണ്ടി നമുക്കൊന്ന് പയ്യെ അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ മീനിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്.
നമുക്കിത് മീനിലേക്ക് പുരട്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇലയൊക്കെ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പൊതിയാൻ പോവാ. ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനിലേക്ക് മസാലയൊക്കെ പൊതിഞ്ഞ് കൊടുക്കാം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. മീനിൽ നമ്മൾ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഴയില നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടി വയ്ക്കാം. അപ്പോൾ ഈ പാനിലേക്ക് നമുക്ക് മീൻ വച്ചു കൊടുക്കാം. നമ്മൾ ആ വറുത്ത എണ്ണ തന്നെയാണ് ഒഴിച്ചേക്കുന്നത്. ആ വറുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് മീൻ കെട്ടി വച്ചിട്ടുണ്ട്. ആ മീൻ എടുത്ത് നമുക്ക് ഇതിലേക്ക് വച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. വാവ്, ഈ ഇല തുറന്നപ്പോൾ തന്നെ നല്ല മണം ഉണ്ടോ തന്നെ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇത് ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാടൊക്കെ ആക്കേണ്ടി വന്നില്ല. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ ഇത് ഓൾറെഡി തന്നെ ഫ്രൈ ചെയ്ത് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കണേ. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കഴിക്കാം. അപ്പോൾ അത് കഴിച്ച് നോക്കാം കേട്ടോ. മസാലയെ കുറച്ച് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചേർത്തൊന്ന് കഴിച്ച് നോക്കാം. കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വറുത്തിട്ടും ചെയ്യാം, അല്ലാതെയും ചെയ്യാം കേട്ടോ. നമ്മൾ കുറച്ച് വറുത്തിട്ടാണ് ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വറുത്തിട്ടും ചെയ്യാം, അല്ലാതെയും പൊള്ളിച്ചെടുക്കാം കേട്ടോ. വാഴയിലയിൽ അല്ലാണ്ട് പൊള്ളിച്ചെടുക്കുക. നമ്മളിത് വറുത്തിട്ടാണ് പൊള്ളിച്ചെടുത്തത്. എന്തായാലും സംഭവം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് തരിക, ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.